കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയധികം സങ്കീർണമായൊരു കാലഘട്ടത്തിലാണ്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിയത്തില്ല. അത്രമാത്രം അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നു. രാജ്യങ്ങൾ തമ്മിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജാതികൾ തമ്മിൽ പരസ്പരം പല ജാതി വിഭാഗങ്ങൾ തമ്മിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്ത് വളരെയധികം അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഈ ഒരു കാലം വളരെ അധികം സങ്കീർണമായൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവവചന സത്യങ്ങളിലേക്ക് നമ്മൾ തിരിയുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരിയുന്നുവെങ്കിൽ, യേശു പറഞ്ഞ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ സമാധാനം നൽകാമെന്ന് പറയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു. ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനം സൃഷ്ടിക്കാൻ കഴിയുമോ? ലോകത്തിലെ ആയുധമുണ്ടാക്കുന്ന ആയുധ കമ്പനികൾക്ക് ആയുധങ്ങൾ കൊണ്ട് സമാധാനം സൃഷ്ടിക്കാൻ കഴിയുമോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമാധാനത്തെ കൊണ്ടുവരുവാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. സമാധാനത്തെ കൊണ്ടുവരുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് സമാധാനം ഉണ്ടാകുവാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി അവന് സമാധാനത്തെ നൽകി, അവരുടെ ഹൃദയത്തെ സന്തോഷത്തെ നൽകി, അവർക്ക് ഒരു പുതിയ ജീവൻ നൽകുമ്പോഴാണ് അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോരടിക്കുമ്പോൾ നമ്മൾ തമ്മിൽ നശിച്ചു പോവുകയുള്ളൂ. നിയമക്കുരുക്കുകളിലൂടെ ജനങ്ങളെ കൊടുക്കാം, അല്ലെങ്കിൽ പരസ്പരം നിയമത്തിലൂടെ ജനങ്ങളെ ഒതുക്കാം എന്ന് ചിന്തിച്ചാൽ അതും നടക്കത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാം അവസാനം നാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ സമാധാനം നൽകുന്ന ഒരുവനുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനമുണ്ട്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല. ഈ കാണുന്ന ലോകം താൽക്കാലികമായ ലോകമാണ്. ഈ ലോകത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു ദൈവഭവനമുണ്ട്. അവിടെ ദൈവം നമ്മുടെ പിതാവായി, നാം അവൻ്റെ മക്കളായി അവനോടുകൂടെ എന്നേക്കും ആനന്ദിക്കുന്ന ആ ദൈവിക കുടുംബത്തിൽ, ദൈവിക ഭവനത്തിൽ അംഗമാകുവാൻ നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ വലിയ സമാധാനം പ്രാപിക്കുക, കർത്താവിലേക്ക് വരിക. ആമേൻ.